ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അനലോഗ് ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് LNT എന്ന ബ്രാൻഡിന്റെ ഒരു ടൈമറാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടർ 1 HP മോട്ടറിനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കാറ്റലോഗാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് കണക്ഷൻസ് എങ്ങനെയാണെന്നും അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കാറ്റലോഗാണ്. അപ്പോൾ നമ്മുടെ ഈ ടൈമർ വരുന്നത് ക്ലോക്ക് വൈസ് തന്നെ എല്ലാവരും റൊട്ടേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ കംപ്ലൈൻ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ റെയിൽവേ ടൈമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഉച്ചക്ക് 1 മണി കഴിഞ്ഞാൽ പിന്നെ 12 മണി കഴിഞ്ഞാൽ പിന്നെ 13, 14, 15 അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഏത് ടൈമാണോ നമുക്ക് മോട്ടർ ഓൺ ആവേണ്ടത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആവേണ്ടതെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ നിബും വരുന്നത് 15 മിനിറ്റ് ഡിലേ ആണ്. ഓരോന്നും 15 മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോന്നും അതിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 2 സ്ക്രൂ ചെയ്തിട്ടാണ് ടൈമർ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ DBയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബാക്കിൽ റെയിൽ വരുന്നുണ്ട്. ആ റെയിലിൽ കറക്റ്റ് ക്ലിപ്പിംഗ് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഫേസ് വയറും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ന്യൂട്രൽ വയറാണ് 2 ടെർമിനലിൽ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു ഫേസ് എടുത്തിട്ട് അതിൻ്റെ 3ാമത്തെ ടെർമിനലിലേക്ക് ഒരു ലിങ്കിങ്ങും, അതുപോലെ തന്നെ ഔട്ട് വരുന്നത് 4ാമത്തെ ലൈനിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും കണക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ടൈമർ ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന ഒരു ഓപ്ഷനാണ്, നമ്മളെ 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഓഫ് പൊസിഷൻ ടൈമർ ഓഫും, അതുപോലെ സെൻറ്ററിലിട്ട ഓട്ടോയിലും, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലിട്ട മാനുവലായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സെൻറ്ററിൽ ഇട്ട് വെച്ചാൽ നമ്മളെ ടൈമിങ്ങിനനുസരിച്ച് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ടൈമറിൻ്റെ ഓരോ അതിൻ്റെ നിബും വരുന്നത് 15 സെക്കൻഡാണ്. അപ്പോൾ 15 സെക്കൻഡിൽ നമുക്ക് ഏത് ഭാഗത്താണോ, ഇപ്പോൾ 6:30ക്കാണെങ്കിൽ 6:30 തൊട്ട് താഴെ 6:15 വരിക. അത് കഴിഞ്ഞ അടുത്താണ് 6:30 വരിക. അപ്പോൾ കറക്റ്റ് 6:30ക്ക് നമ്മുടെ മോട്ടർ ഓൺ ആവുന്ന ലെവലിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഓരോ നിബും വരുന്നത് 15 സെക്കൻഡാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു തറപ്പണി കഴിഞ്ഞൊരു പ്ലോട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ തൈക്കൾ അതുപോലെ തെങ്ങ് ഐറ്റംസിന് നനക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമർ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ പുലർച്ചെ ഒരു 6 മണി സമയത്ത് നമ്മൾ പമ്പ് ഓണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തൈക്കൾക്കൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരാതെ തന്നെ നമ്മുടെ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് നനക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് തുള്ളി നനയുടെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വാൾവ് സെറ്റ് ചെയ്തിട്ടാണ് എല്ലാ തൈക്കളുടെ അടിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പമ്പ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം കറക്റ്റ് നമുക്ക് അരമണിക്കൂറാണോ പമ്പ് വർക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ പമ്പ് ഓഫ് ആവുന്നതാണ്. വീണ്ടും നമുക്ക് റെസ്റ്റ് ടൈം കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 2 പല്ല് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിനു ശേഷം നമുക്ക് ഓഫ് പൊസിഷനിലേക്ക് എത്തുന്നതാണ്. എന്നതിന് ശേഷം വീണ്ടും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടി വീണ്ടും നമ്മുടെ പമ്പ് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3:45 നമ്മുടെ പമ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. കറക്റ്റ് 4 മണിക്ക് നമ്മുടെ പമ്പ് ഓഫ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ലൈറ്റിനാണെങ്കിലും അതുപോലെ തന്നെ 1 HP വരെ മോട്ടറിനൊക്കെ ഈ ടൈമർ കൊടുക്കാവുന്നതാണ്. ഡിജിറ്റൽ ടൈമറിനാട്ടി ഒന്നുകൂടി ബെറ്റർ നമുക്ക് ഈ അനലോഗ് ടൈമറാണ്. ഒന്നുകൂടി ലൈഫ് കിട്ടുക ഈ അനലോഗ് ടൈമറാണ് ഒന്നുകൂടി ലൈഫ് കിട്ടുന്നത്. അപ്പം നമ്മുടെ പമ്പ് ഇപ്പോൾ ഓണാണ്. ഏകദേശം നമ്മുടെ ക്ലോക്ക് കറക്റ്റ് നമ്മുടെ ടൈം വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിനനുസരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പറമ്പിലൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നനക്കേണ്ട ആവശ്യങ്ങൾക്ക് നമുക്ക് ആ പോകുന്ന ഒരു ടൈമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫംഗ്ഷൻ നമുക്ക് എത്രയാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ പമ്പ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ പമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 മണി ആവുന്ന ഒരു ടൈമിൽ നമുക്കിത് കറക്റ്റായിട്ട് മോട്ടർ ഓഫ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അവിടെ സൈറ്റിൽ എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ടൈമർ ഫങ്ഷൻ ചെയ്യണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മറ്റേ മോട്ടറിൻ്റെ പാനൽ ബോർഡിൽ ആ ഇൻഡിക്കേഷൻ
മോട്ടർ ഓൺ ആവുന്നില്ലതിൻ്റെ ഇൻഡിക്കേഷനാണ് കാണുന്നത്. അപ്പോൾ മോട്ടർ ഇപ്പോൾ കറക്റ്റ് ഓണാണ്, വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാച്ചിലും കറക്റ്റ് 4 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിനനുസരിച്ച് തന്നെ ഇത് പിന്നീട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടൈമറിലുള്ള 3 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ കറക്റ്റ് ഓട്ടോ ഫംഗ്ഷനിൽ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓട്ടോ ഫംഗ്ഷനിൽ ഇട്ടാലേ നമുക്ക് ഈ ടൈമർ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത് ഓഫും അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് ആക്കിയാൽ മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൈം കറക്റ്റ് 4 മണിക്ക് തന്നെ നമ്മുടെ പമ്പ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിപ്പ് നമുക്ക് കറക്റ്റ് ടൈം ക്യാൻസലേഷൻ ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ 6:30ക്ക് പമ്പ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു 8 മണിയാകുമ്പോൾ പമ്പ് ഓഫ് ചെയ്യാവുന്ന ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ റെസ്റ്റും കൊടുത്തിട്ടുണ്ട്.